ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുവരെ ഇങ്ങനൊരു വീഡിയോ എടുത്ത് ശീലമില്ല, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിഡിത്തങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് ക്ഷമിക്കുക. അങ്ങനെയല്ലേ, ഫസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്തായാലും എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ചെയ്യുന്നതല്ലേ. അപ്പോഴെല്ലാവരും ഒന്ന് ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിസ്കാരവും അതുപോലെ അതിൻ്റെ കൂടെയുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. മോളും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവൾക്ക് മദ്രസയിൽ പോകാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ടാണ് കിച്ചണിലേക്ക് ഇറങ്ങിയത്. ഇതാണ് എൻ്റെ കുഞ്ഞു കിച്ചൺ. മോൾക്ക് രാവിലെ എന്തെങ്കിലുമായിട്ട് ചെറിയ സ്നാക്സ് വേണം, എന്തെങ്കിലും മധുരം ചേർത്ത ഓംലേറ്റ് അങ്ങനെ എന്തെങ്കിലും, അതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് എന്തെങ്കിലുമായിട്ട് വേണം. കുറച്ച് ടൈമേ ഉള്ളൂ, ഒരു 1.5 മണിക്കൂറോളം ഉള്ളൂ മദ്രസ, എന്നാലും എന്തെങ്കിലുമായിട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതാ ചായക്കുള്ള വെള്ളം തിളപ്പിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഞാനും മോളുടെ കൂടെ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. എല്ലാവർക്കും ആക്കി വെക്കും, പക്ഷേ നമ്മൾ മാത്രം കുടിക്കും. ബ്രെഡ് ബട്ടർ ചേർത്തിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയ പീസ് ബട്ടർ ഇതിലേക്ക് ഇട്ടൊന്ന് ചെറുതായിട്ട് മെൽറ്റായത് തുടങ്ങിയാൽ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. എന്തും കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 പേര് തന്നെയാണിന്ന് ചായക്ക് കഴിച്ചിട്ടുള്ളത്. ഇനി ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്യാനായിട്ട് പോയാണ്. സെറ്റാപ്പിളിൻ്റെ ക്ലെൻസറാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇത് ഏത് സ്കിന്നിന് പറ്റിയ ആൾക്കും സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. വളരെ സൂപ്പർ സാധനമാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞു. ഈ ഒരു അളവിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ. പിന്നെ ജസ്റ്റ് കയ്യിലൊന്ന് ഫുള്ളായിട്ടാക്കിയിട്ട് ഫേസിൽ തേച്ച് കൊടുത്ത് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി. നല്ല ചേഞ്ച് തന്നെ ഉണ്ടാവും. കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം ചേഞ്ച് തന്നെ ഉണ്ടാവും. ഇനി മോളെ ഒന്ന് മദ്രസയിലാക്കണം. ഒരു 5 മിനിറ്റ് ദൂരേ ഉള്ളൂ, പക്ഷെ ഒറ്റയ്ക്ക് വിടാറില്ല. ഡോഗ് വല്ലാണ്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പേടിയാണ്. അപ്പോൾ ഇത് അവളെ കൊണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ച് വരുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ വീടിൻ്റെ ഏകദേശം പകുതി വരെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്, 2 ആളുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് അടിച്ചു വാരൽ, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ക്ലീൻ ആക്കി വെക്കുക. മദ്രസയിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി വെക്കണം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയും അതുപോലെ വീറ്റ് ഇടിയപ്പമാണ്. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് തന്നെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. തലേന്ന് രാത്രി തന്നെ ഗ്രീൻ പീസ് ഞാനിതാ കുതിർത്തെടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിവസം ഉണ്ടാക്കിയത് 1/2 കപ്പ് ഗ്രീൻ പീസ് ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ്. അത് മോർണിംഗിൽ ഒരു കുക്കറിലേക്ക് എടുത്തിട്ടു. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. സിമ്പിളായതുകൊണ്ട് തന്നെ നിങ്ങൾ ടേസ്റ്റ് ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറിയാണ്. 1/2 കപ്പ് ഗ്രീൻ പീസ് ഇതാ ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തത് ഒരു 10 അല്ലി, 4 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം, പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. ഗ്രീൻ പീസ് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇത് മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. കറിയുടെ ടേസ്റ്റൊക്കെ, കറി കാണാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ല. നല്ല പോലെ തേങ്ങാപ്പാൽ ചേർത്ത് തിളപ്പിച്ചാൽ ജസ്റ്റ് ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം.
ഇനി നമുക്ക് ഗോതമ്പ് ഇടിയപ്പം ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കുക. അതുപോലെ തന്നെ കരിഞ്ഞ് പിടിക്കാനൊന്നും പാടില്ല. നോൺ സ്റ്റോപ്പായിട്ടിത് വറുത്തെടുക്കുക. ഇതിൻ്റെ റോ സ്മെല്ല് മാറി നല്ല വറുത്ത സ്മെല്ല് വരും. അപ്പോഴും നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് തിളച്ച വെള്ളമാണ് വേണ്ടത്. 1 കപ്പ് വെള്ളം ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല വെട്ടി തിളക്കുന്ന രീതിയിൽ തന്നെ എടുക്കണം. അതിനുശേഷം വെള്ളം ഇതാ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിയിലിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളെടുക്കുന്ന പൊടിയുടെ ടൈപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ്. നിങ്ങൾക്ക് ഇതിലും അധികം പൊടി എടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം അധികമായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ചൂട് കുറയുന്നതിന് മുന്നേ തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുക. നമ്മൾ എന്നിട്ട് ഒരു 7 നാഴി എടുത്ത് അതിലേക്ക് പാകത്തിന് മാവിട്ട് കൊടുക്കുക. ബാക്കി വരുന്ന മാവ് അടച്ചു വെക്കാനായിട്ട് നോക്കുക. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഇടിയപ്പം ഉണ്ടാക്കാറ്. അതിൽ ഓയിലൊന്ന് തേച്ച് കൊടുത്തു. എന്നിട്ടിതാ ഉണ്ടാക്കിയെടുക്കുകയാണ്. മേലെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയും അതുപോലെ തന്നെ വീറ്റ് ഇടിയപ്പമാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കുക. മദ്രസ വിട്ടിട്ട് അങ്ങനെ മോളും ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. സാധാരണ ഫ്രണ്ട്സ് വീട് വരെ വരാറില്ല. ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് കാണാം. ഈ ഒരു അഡീനിയ പ്ലാന്റിൻ്റെ വിത്താണ് ഇത്. ഒരുപാട് പൂവുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ലൈറ്റ് പിങ്കിലും ഈ ഒരു ഡാർക്ക് പിങ്കിലാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വിത്ത് കാണിച്ചു തരാം. ഇത് അത്ര മൂപ്പെത്തിയിട്ടില്ല. ഇപ്പം ഉണ്ടായതാണ്. ഇത് കുറേ നാളായി. ഇത് ഡ്രൈ ആവണം. ഡ്രൈ ആകുമ്പോഴത്തേക്കും മഴയൊക്കെ അധികമായിട്ട് നമ്മൾക്ക് കിട്ടുമോയെന്നറിയില്ല. പൊട്ടിയിട്ട് എവിടെയോ അത് ദൂര സ്ഥലത്തേക്ക് മാറ്റി വെക്കണം എന്ന് പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ വിത്ത് എടുക്കാൻ പറ്റുമല്ലോ. ചട്ടിയിൽ കുറേ പുല്ലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പറിച്ച് കളയാണ്. കറ്റാർവാഴ പ്ലാന്റിൻ്റെ അത് കുറച്ച് വളരുന്ന റെഡിയായി കഴിഞ്ഞാൽ തന്നെ അതിന്
ഇടയിൽ വെച്ച് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഇതുപോലെ വരും. ഈ ഒരു പ്ലാന്റ് ചെറുതിൽ തന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് പറിച്ച് നടുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും. പിന്നെയും അതിൽ നിന്ന് ചെറിയ പ്ലാന്റ് വരും. അങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ ഇതാ പയർ ചെടിയാണ് ഇത് മക്കളുടെ പണിയാണ്, എന്താവോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ വീടിൻ്റെ അടുക്കള ഭാഗത്തുള്ള പപ്പായ ചെടി ഒക്കെയാണിത്. ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ച് തീയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി അതിൻ്റെ കറികളും ബാക്കി ഐറ്റംസൊക്കെ റെഡിയാക്കണം. ഞാൻ ഇന്ന് ലഞ്ചിനൊക്കെ ഉണ്ടാക്കുന്നത് വെള്ളരിയും പരിപ്പും വെച്ചിട്ടുള്ള കറിയാണ്. വെള്ളരി, പച്ചമുളക്, ഉള്ളി, തക്കാളി എന്നിവ കുക്കറിലേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പകുതി വെള്ളരി മാത്രമാണ് ഞാൻ എടുത്തത്, മുഴുവനായി എടുത്തിട്ടില്ല. അതിലേക്ക് 1/2 കപ്പ് പരിപ്പും കൂടി കഴുകിയിട്ട് കൊടുത്തു. 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പ്, മുളക് പൊടി ഇതിൽ കുറച്ച് മാത്രമേ ഇടൂ കേട്ടോ, എന്നാൽ മാത്രമേ ഈ കറി ടേസ്റ്റ് ഉണ്ടാവൂ. എന്നിവയ്ക്ക് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുത്തു. നമ്മുടെ കറിയിലേക്ക് ഇനി അരപ്പ് ചേർക്കണം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ തന്നെ അരച്ചെടുക്കുക. പരിപ്പ് പാകത്തിന് വെന്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. കറിവേപ്പിലയും കൂടിയിട്ട് ഇത് താളിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വെണ്ടക്ക തൈര് കറിയാണ്. അതിലേക്ക് 5-6 വെണ്ടക്ക ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ഒരു ബൗളിലേക്ക് 1 കപ്പ് തൈര് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സ്പൂൺ വെച്ച് കട്ടകളൊക്കെ ഉടച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കരുത്. മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ല പോലെ തന്നെ വെള്ളമായിട്ട് കിട്ടും. ആ ഒരു രീതിയിൽ അടിച്ചെടുക്കണ്ട, സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ടൈമിലാണ് വെണ്ടക്ക ഫസ്റ്റിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാൻ ഇത് കുറേ നാളായി ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ മറന്നുപോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ടൈമിൽ വെണ്ടക്ക റോസ്റ്റ് ചെയ്തെടുത്ത് കോരി മാറ്റുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുക. ഞാൻ നേരത്തെ വെണ്ടക്ക ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് വെണ്ടക്കയും ഇതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്നും വെന്തിട്ടണ്ട. നമ്മൾ ഇട്ട് കൊടുത്ത ഈ ഐറ്റംസൊക്കെ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് വേണം നമ്മളിത് ഈ ഒരു തൈര് കറി കഴിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കടഞ്ഞു വെച്ച തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ തൈര് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് കഴിക്കണമെങ്കിൽ മകനിക്ക് എന്തെങ്കിലുമായിട്ട് ഫ്രൈ വേണം. അപ്പം ഇന്ന് ഫിഷ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു പൊട്ടറ്റോ ഫ്രൈ ആക്കാമെന്ന്. അതിനായിട്ട് ഇതാ പൊട്ടറ്റോ ക്ലീൻ ആക്കി കൊടുത്ത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇത് മസാലയൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതാ 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ കൈവച്ച് മിക്സാക്കി എടുക്കാം.
പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇതാ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ മുഴുവനായിട്ടും അതിലൊന്ന് നിരത്തി കൊടുക്കുക. ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് കൊടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ മാത്രം ഫ്ലെയിം ജസ്റ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. അങ്ങനെ ഇതാ പൊട്ടറ്റോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചോറ് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റുള്ള ഒരു സൈഡ് ഡിഷ് തന്നെയാണ് ഈ ഒരു ഫ്രൈ. അപ്പോൾ ഇതും കൂടി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയൊരു പഴുത്ത മാങ്ങയുടെ സാലഡാണ് ഉണ്ടാക്കുന്നത്. അധികം പഴുത്ത് ഉടഞ്ഞു പോവാത്ത മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക. തൊലിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് മുളക് കട്ട് ചെയ്തത്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത് ഞാനിപ്പോൾ ഇടുന്നില്ല. ഇത് മോളുടെ ഫേവറേറ്റാണ് ചോറൊഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇടുന്നതിനെ കൊണ്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണിതിന്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഐറ്റം കൂടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ലഞ്ച് ഇവിടെ കഴിക്കാനായിട്ട് പോവാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഒരുപാട് ഡ്യൂട്ടി ഉണ്ട് എനിക്ക്. ബുക്സിന് കവർ ചെയ്ത് കൊടുക്കൽ, അതുപോലെ തന്നെ മോളുടെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ജോലികൾ കൂടിയുണ്ട്. അതിനുശേഷം ഈവനിങ്ങിലേക്കായിട്ട് എന്തെങ്കിലും റെഡിയാക്കും. കുറച്ച് നോട്ട്സിനും ബുക്സിനൊക്കെ കവർ ചെയ്ത് കൊടുത്തു. ഇനിയുണ്ട് ബാക്കി. ഇങ്ങനെ ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഇതിനൊക്കെ ഇരിക്കുക. ഇനി ഏതായാലും ഇന്ന് സ്റ്റിച്ചിങ്ങിനൊന്നും ഇരിക്കുന്നില്ല എന്ന് വെച്ചു. കവറിടൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലിൽ എടുത്തു കേട്ടോ. കാണുന്നത് ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിച്ചത് ഫ്രഷ് ആയിട്ടുള്ളത് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്തതാണ്. അതിൻ്റെ ബാലൻസ് പിന്നെ ഇതിൽ തന്നെ ഇട്ട് കൊടുത്ത് ബോട്ടിൽ വേണ്ടി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ്. ഇത് നമുക്ക് എന്തെല്ലാം ഉപയോഗിക്കാൻ ആവശ്യമുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ വാങ്ങുമ്പോഴാണ് എടുത്തു ചമ്മന്തിക്ക് അതിനൊക്കെ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനും കറി താളിക്കാനായിട്ടൊക്കെ എടുക്കലില്ലേ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഇതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കിട്ടൂല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അതുപോലെ തന്നെയാണ് എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്. നല്ല പോലെ തന്നെ ഞാൻ ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. ഡ്രൈ ആയിട്ടുള്ള തുണി തുടച്ചിട്ട് വളരെയധികം കൂടുതൽ തന്നെ ആവശ്യമുള്ള ഒരു സാധനമല്ല. അതൊക്കെ ക്ലീൻ ആക്കി എടുത്തു. ഇനി നമുക്ക് മല്ലി ക്ലീൻ ആക്കാനുണ്ട്. മല്ലിയുടെ ഞാൻ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് വേസ്റ്റൊക്കെ ഉണ്ടോയെന്ന് നോക്കി. അങ്ങനെ കാര്യമായിട്ടുള്ള വേസ്റ്റൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ മല്ലിയും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുളക് ചെയ്തിട്ടില്ല അതുപോലെ ബോട്ടിലെടുത്തൊക്കെയാണ് ചെയ്യാറ്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ മല്ലി എന്തായാലും ആവശ്യമില്ല. വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ തട്ടിയിട്ട് ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കല്. അതിന് വേണ്ടിയിട്ടും മല്ലിയും മുളകും ആവശ്യമുണ്ട്. ഇതിൽ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഹോം മെയ്ഡായിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത്. അത് വളരെ യൂസ്ഫുൾ തന്നെയാണ്. അടിപൊളി സാമ്പാർ പൊടിയാണ്. അങ്ങനെ ഞാനിതാ മല്ലിയും കൂടി അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകവും മഞ്ഞളും കൂടി റെഡിയാക്കി ഇത് ഒന്ന് പൊടിക്കണം. ഇനി ഞാൻ ഈവനിങ്ങിലേക്ക് എന്തെങ്കിലും സ്നാക്സ് വേണ്ടേ, എപ്പോഴൊന്നും അങ്ങനെ ആക്കലില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ആക്കാമെന്ന് വെച്ചു. ഇന്ന് പഴം പോളാക്കാമെന്ന് വെച്ചിട്ട് പഴമൊക്കെ ഒന്ന്
2 നേന്ത്രപ്പഴം എടുത്ത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വറുത്തെടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിക്കൊടുത്തു. അതിനുശേഷം ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ അലിയിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ വാട്ടിയെടുത്ത പഴമില്ലേ, പഴം ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. ഗീയോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴം മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സ്നാക്സാണിത്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആളാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒഴിച്ച് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇതിനി അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് പൊട്ടാതെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊട്ടാതെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ വെന്തിട്ടിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കി വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ആ ഒരു ഭാഗം കൂടി വെന്തിട്ടു. ഈ ഒരു കായ്പോളൊക്കെ റെഡിയായി കഴിഞ്ഞ് നമ്മൾ പിന്നെ ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് വീട്ടിൽ പോയാലോ, ഉമ്മാൻ്റെ അടുത്തേക്ക് പോയാലോ എന്ന്. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് പോയി. ആ സ്നാക്സ് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ നിന്നാണ് ചായയൊക്കെ കുടിച്ചത് എല്ലാവരും കൂടെ. അവിടെ ഉമ്മയും താത്തയും എല്ലാവരും ഉണ്ട്. അവിടെ പോയി നല്ല രസമാണ്. ഇതാ വയലിൽ ഒക്കെ നല്ല കാഴ്ച കാണാം. നല്ല ചൂടുള്ള ടൈമിൽ ഇവിടെ ഫാൻ്റെ ആവശ്യമൊന്നുമില്ല. പുറത്തങ്ങനെ ഇരുന്നാൽ മതി. നല്ല കാറ്റാണ്. കാരണം എന്താണെന്ന് ഒഴിഞ്ഞു കിടക്കുന്ന വയലാണ്. അപ്പോൾ വേറെ ഒന്നും തടസ്സമില്ലാത്തതിനാൽ വീശുന്ന കാറ്റ് മുഴുവൻ വീട്ടിലെല്ലാവർക്കും തന്നെ കിട്ടും. അപ്പോൾ ഇതാ തെങ്ങും തോപ്പും അങ്ങനെയൊക്കെയാണ്. മഴ പെയ്യാൻ തുടങ്ങിയാൽ ഫുൾ വെള്ളം കയറും കേട്ടോ. പക്ഷേ റോഡ് നല്ല റോഡ് തന്നെയാണ്. വീട്ടിലെന്തൊക്കെയോ ഉണ്ട്. കോഴിയുണ്ട്, ഇതാ കുഞ്ഞ് താറാവുണ്ട്, അതുപോലെ തന്നെ മരങ്ങളുണ്ട്, ചെടികളും ഒക്കെ ഉണ്ട്. ഇത് കോവക്കയാണ്. മൈലാഞ്ചിയിൽ പടർന്നു കയറിയ കോവക്ക. പക്ഷെ അതിലിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ കോവക്കയൊന്നുമില്ല. ഒരുപാട് പിടിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മോളാണ് കേട്ടോ. മോളുടെ ഒരു പരിപാടിയാണ് ഈ വീടിൻ്റെ പരിസരമൊക്കെ വീഡിയോ എടുക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ നല്ലുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ വെച്ച് ഇതിൻ്റെ കൂടെ ആഡ് ആക്കാമെന്ന്. ഇതാ വീട്ടിലെ മുരിങ്ങക്കായാണിത്. നല്ല പോലെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. പിന്നെ നൈറ്റിലേക്ക് വേണ്ടിയിട്ട് വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് പത്തിരി ഉണ്ടാക്കി. അതുപോലെ തന്നെ മോർണിംഗിലെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കിലെ പരിപ്പ് കറി അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പിലും കുറച്ചധികമായിട്ട് നേരിയരി എടുത്തിട്ടുണ്ട്. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നില്ലേ അവരരി. അത് കഴുകി ക്ലീൻ ചെയ്തൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചെടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതിൻ്റെ ടോപ്പ് അടച്ച് ഇത് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 3-4 വിസിൽ വേണ്ടി വരും. അതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെന്തിട്ടിട്ടുണ്ട്. ഇതിലും കൂടുതൽ വേവണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട പിടിച്ചതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ പാലിന് പുറമെ കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ പാലൊഴിച്ച് നല്ല പോലെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതാ മധുരത്തിന് പുറമെ കുറച്ച് മിൽക്ക് മേഡ് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ചേർത്തത്. നിങ്ങൾക്ക് അഥവാ ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. പഞ്ചസാരയുടെ അളവൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല പോലെ തന്നെ തിളച്ച് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക.
ഇത് ഗീയിൽ വറുത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഏറ്റവും സിമ്പിളായ മെത്തേഡാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. തിളച്ചൊന്ന് കുറുകി കിട്ടിയാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ എപ്പോഴും നൈറ്റിൽ ചെയ്യാറുള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് വളരെയധികം എനിക്ക് ഉപകാരമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. 100% ഷുവറാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടതാണ്. ഇതിൻ്റെ എനിക്ക് കാണുമ്പോൾ കറക്റ്റ് അളവൊന്നും കിട്ടിയിട്ടില്ല. ഒരു ഷോർട്സ് ആയിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് നല്ലതാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഓരോന്ന്. അപ്പോൾ എനിക്കതൊന്നും അത്ര വലിയ യൂസ്ഫുള്ളായി തോന്നിയിട്ടില്ല. പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാവർക്കും യൂസ്ഫുള്ളാവും. കസ്തൂരി മഞ്ഞൾ, തൈര്, പിന്നെ കടലപ്പൊടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. കറക്റ്റ് മെഷർമെൻറ്റ് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എൻ്റെ ഫേസിലിടാൻ ആവശ്യത്തിന് മാത്രം എടുക്കുകയാണ്. ഫസ്റ്റിൽ ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടു. അതിൽ കസ്തൂരി മഞ്ഞളും തൈരും മാത്രമാണ് കണ്ടത്. അപ്പോൾ ഞാനിത് രണ്ടും യൂസ് ആക്കിയിട്ട് കുറച്ച് ഡേയ്സ് തേച്ചു. അപ്പോഴും ചേഞ്ച് ഉണ്ട്. പക്ഷേ എനിക്ക് മഞ്ഞൾ മാത്രം തൈരിൻ്റെ കൂടി യൂസ് ചെയ്യുമ്പോൾ ഒരു പുകച്ചിൽ പോലെ ഫീലായി. ഞാൻ എന്നിട്ടും പിന്നെയും യൂട്യൂബ് നോക്കി സെർച്ച് ചെയ്തു. അങ്ങനെയൊക്കെ ഇതിൽ കടലപ്പൊടി ആഡ് ചെയ്യാം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടി. അങ്ങനെ ഞാൻ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോഴേക്ക് പുകച്ചിലൊക്കെ മാറി. ഇത് ഡെയിലി ചെയ്യണം കേട്ടോ. ഞാൻ ഡെയിലി ചെയ്തിട്ട് എനിക്ക് മാറ്റം തോന്നി. നല്ല ചേഞ്ച് കണ്ടപ്പോൾ പിന്നെ മടിയായി. ഇപ്പോൾ ഡെയിലി ഒന്നും ചെയ്യാറില്ല. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ലധികം ചേഞ്ച് തന്നെയുണ്ട്. ഡാർക്ക്നെസ് പോയി കണ്ണിനടിയിലെ. അതുപോലെ പിമ്പിൾസിൻ്റെ എനിക്ക് അങ്ങനെ പിമ്പിൾസ് വരുന്ന ഒരു സ്കിൻ ടോണല്ല. പക്ഷെ എനിക്ക് രണ്ട് പിമ്പിൾസായിട്ട് വന്ന ഒരു ഫേസിൽ അതിൻ്റെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു. അതെനിക്ക് പോയി. പിന്നെ ഓപ്പൺ പോർസ് ഉണ്ടായിരുന്നു അത്യാവശ്യം. അതും നല്ല പോലെ തന്നെ ചേഞ്ചായിട്ട് കിട്ടി. പിന്നെ പ്രത്യേക ഒരു ഗ്ലോ തന്നെ ഉണ്ട് ഇത് ചെയ്തതിന് ശേഷം. പക്ഷേ ഇനി ഞാൻ ഇതെന്തായാലും കണ്ടിന്യൂസ് ചെയ്യും. ഇപ്പോൾ അങ്ങനെ ഇടവിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഏതായാലും വീഡിയോ എടുക്കുന്ന ഡേയിൽ ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കയ്യിലും ഷുവറായിട്ടും ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കും കേട്ടോ. അതും ഞാനും ഈ കുറേ ടിപ്സൊക്കെ പരീക്ഷിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ അതിലേക്ക് നമുക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറില്ല. ഇത് വേണ്ടത് എനിക്ക് അത്ര പെർഫെക്ഷൻ തോന്നാറില്ല. അതെടുക്കാം. തണുത്ത തൈരാണെങ്കിൽ നല്ല വേറൊരു ഫീലാണ് കേട്ടോ മുഖത്ത് ഇടുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കസ്തൂരി മഞ്ഞൾ എടുക്കുക. ഈ കാണുന്ന സ്പൂൺ അളവിൽ എടുത്താൽ മതി കേട്ടോ. ഇനി ആ ഒരു അളവിൽ തന്നെ കടലമാവും കൂടി എടുക്കുക. അതും കൂടി ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്തിട്ടാണ് കസ്തൂരി മഞ്ഞൾ ഇത്രയും ആയത്. ഫുള്ളായിട്ടുള്ള പാക്ക് തന്നെ ആയിരുന്നു. കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ആക്കുക. കട്ടയൊക്കെ തൈരിൻ്റെയും അതുപോലെ തന്നെ കടലപ്പൊടിയിൽ നല്ല പോലെ തന്നെ ഉടച്ച് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതൊരു ഡ്രൈ ആയി കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ടൈം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയുക. ഏകദേശം ഡ്രൈ ആവും. ഈ ഒരു ഡ്രൈ ആയി കഴിഞ്ഞാൽ ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്തായാലും യൂസ് ആകുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കും കൂടി ഹെൽപ്പ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും റെമഡീസ് ഒക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ആളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ.